ഇത് വരുന്ന കാണുമ്പോ പേടിയാവണ്. ഞാൻ പോട്ടെ, എനിക്ക് പേടിയോ. അയ്യോ അമ്മേ, ഇതിനടഞ്ഞിട്ടാ അടച്ചില്ല. എന്തിനു കുത്താ വരണേ? ഹലോ നമസ്കാരം, എല്ലാവർക്കും ജസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ നെറ്റിപ്പട്ടൊക്കെ കെട്ടി ലേശം ഓവറാടുന്നു. എന്നാലൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തതാണ്. പക്ഷേ നല്ല ഫ്ലോപ്പായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊടിക്കും കൂട്ടാക്കിയില്ല. നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ട ഏകദേശമൊക്കെ മനസ്സിലാവും. ഒരു പൊടിക്കും കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞാൽ ഒരു പൊടിക്കും കൂട്ടാക്കിയില്ല. സാധാരണ പോത്ത് പാടത്ത് നിൽക്കണ പോലെ അത് അത്രയ്ക്ക് പോലും കൂടി നിന്നില്ല അവൻ. നല്ല ഭംഗിയിൽ നമ്മൾ ചെയ്യാനിട്ട് കൊടുത്തു, വയറുമ്പോൾ മറ്റേ സാധനം കെട്ടി കൊടുത്തു, നെറ്റിപ്പട്ടം കെട്ടി, മോന്തക്കയർ കെട്ടി. പക്ഷേ മോന്തക്കയറും നെറ്റിപ്പട്ടവും അവന് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കി. പിന്നെ വീട്ടിലെ പട്ടിക്കോരയും കൂടിയായപ്പോൾ അവന് നല്ല സമാധാനമായി. പിന്നെ പുതിയ സ്ഥലവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ മൊത്തത്തിലൊരു ഇറിറ്റേഷനായി. ഒരു വീഡിയോയ്ക്ക് ഒരു ഫോട്ടോയ്ക്ക് പോലും ആൾ പോസ്റ്റ് ചെയ്തില്ല എന്ന് വേണം പറയാൻ. പിന്നെ വീഡിയോ എടുക്കണ ആളുടെ ചെറിയൊരു പേടി നിങ്ങൾ കണ്ടില്ലേ? നമ്മുടെ പോത്തിൻ്റെ ബാക്ക് കണ്ടില്ലേ എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞാൽ ഇവൻ്റെ ശരിക്കുള്ള ഒരു രൂപം ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അത്ര വലിയ ആചാനബാഹു എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ പോത്ത് ഏകദേശം അത്യാവശ്യം തിരക്കില്ലാത്തൊരു വലിപ്പമുണ്ട്. ഒരു 300 350 375 അല്ലെങ്കിൽ ഒരു 303.4 കിലോ 3.25 അല്ലെങ്കിൽ ഒരു 3.5 കിൻഡൽ തൂക്കം പിടിക്കാന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 350 375 കിലോ ഇറച്ചി തൂക്കം പിടിക്കാന്ന് പറയുമ്പോൾ അത്യാവശ്യം ബോഡി വെയിറ്റ് ഉണ്ടാവും. എങ്ങനെ പോയാലൊരു 900 കിലോയ്ക്ക് മേലെ ബോഡി വെയിറ്റ് വരാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ആ ഒരു വലിപ്പമൊന്നും ഈ പോത്തിനെ ഈ വീഡിയോയിൽ കാണുന്നില്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ നിങ്ങൾ, പെണ്ണിൻ്റെ ചെറിയൊരു പേടി. അവൾ നല്ല മാതിരി മാറി നിന്നിട്ടാണ് ഈ വീഡിയോ എടുത്ത് ഒപ്പിച്ചേക്കണേ. പക്ഷേ പോത്തിൻ്റെ ഒരു വലിപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ ഫോണിൻ്റെ കംപ്ലൈൻറ്റ് ഒന്ന്, ഫോണിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കൊല്ലമായ ആൻഡ്രോയിഡ് സെറ്റാണിത്. അപ്പോൾ അതിൻ്റെ ഒരു പഴക്കം, വീഡിയോ ക്ലാരിറ്റി ഇല്ലാത്തതിൻ്റെ ഒരു കുറവ്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ വീഡിയോഗ്രാഫറുടെ ഒരു പോരായ്മ. പറഞ്ഞിട്ട് കാര്യമില്ല. പോത്തിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന മാതിരി അവർക്ക് അത് അടുത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നല്ല മാതിരി മാറി നിന്നിട്ടാണ് വീഡിയോ എടുത്തേക്കണം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ ഈ ഒരു പോത്ത് കൊടുക്കാനുള്ളതാണ്. നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു കൊല്ലം കഴിയാൻ പോണു. നമ്മൾ കഴിഞ്ഞ ജൂണിലാണ് കൊടുന്നേക്കണേ. അപ്പോൾ ഒരു കൊല്ലം സെറ്റപ്പായി. അപ്പോൾ അതിൻ്റെ വളർച്ച കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഇവനെന്തായാലും ഇത് കഴിഞ്ഞ ഞായറാഴ്ച എടുത്തതാണ്. ഇനിയിപ്പോൾ നാളെ 1-ാം തീയതി, മെയ് 1-ാം തീയതി അല്ല നാളെ, സോറി ഇന്ന് ഞാൻ വ്യാഴാഴ്ച വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച 1-ാം തീയതി, അത് കഴിഞ്ഞ് 3-ാം തീയതി, മെയ് 3-ാം തീയതി നമുക്ക് എന്തായാലും ഒരു വീഡിയോ ഞായറാഴ്ച നോക്കി വൃത്തി പോലെ ഇവൻ്റെ സംഭവം. തന്നെ കുറേ ആളുകൾ പറഞ്ഞിട്ട് അത്രയ്ക്കൊക്കെ ഓവറാക്കേണ്ടിയിരുന്നില്ല എന്ന്. പക്ഷേ ജസ്റ്റ് ഒന്ന് നമ്മളൊന്നൊരു സിമ്പിളായിട്ടൊന്ന് ചെയ്തു എന്ന് മാത്രം. പക്ഷെ അവൻ്റെ ബാക്കും കാര്യങ്ങളൊക്കെ കണ്ടോ? ശരിക്കും അടുത്തു നിന്നൊരു നല്ലൊരു ഫോണിൽ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വലിപ്പം തോന്നിക്കും പോത്ത്. പിന്നെ എങ്ങനെയുണ്ട് പോത്തിൻ്റെ കാര്യങ്ങളുണ്ടെന്നൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക. പെരുന്നാൾ വരെ നിർത്തണമെങ്കിൽ നമുക്ക് നിർത്തി കൊടുക്കാം. അതല്ല കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം. അതൊന്നും കുഴപ്പമുള്ള കേസല്ല. ഈ ഒരു പോസിൽ അവൻ്റെ ബാക്ക് ജസ്റ്റ് കിട്ടിയിട്ടുണ്ട് കണ്ടോ? അപ്പോൾ പോത്ത് എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞാൽ ഈ 900 കിലോയ്ക്ക് മേലെ ലൈവ് വെയിറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? 3-3.25 ഇറച്ചി കിട്ടാൻ സാധ്യതയുണ്ടോ? സിമ്പിളായിട്ട് എൻ്റെ കണക്ക് പ്രകാരം ഒരു 330 കിലോ ഇറച്ചിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ്. പ്ലസ് എല്ല് വേറെ. അപ്പോൾ പോത്ത് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ പോത്ത് എങ്ങനെയുണ്ട്? ആവശ്യക്കാരുണ്ടെങ്കിൽ മുട്ടിച്ച് കൊടുക്കുക, കണക്ട് ചെയ്യുക. ആവശ്യക്കാർ വലിയ പോത്തുകൾ ഇറക്കുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ നമ്മുടെ ഈ ഒരു കൊല്ലത്തെ പോത്തിൻ്റെ വളർത്തി എങ്ങനെയുണ്ട് കാര്യങ്ങളെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.